ഹലോ, സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. മാറ്റിംഗ് ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലെന്ന് അറിഞ്ഞോ? നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ട. അഭിനയം ജാഫർ ഇടുക്കിയുടെയും മറ്റേ അഖിൽമാരുടെ അഭിനയം ഉപകരണം. അഖിൽമാരെ ഒരു ലാലേട്ടൻ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? പടങ്ങൾ എങ്ങനെങ്കിലും തീർന്നാ മതിയായിരുന്നു. ഇത് എന്തോന്നൊരു സ്ക്രിപ്റ്റ്, എന്തൊരു സ്ക്രിപ്റ്റഡ് ഏത്, എന്തൊരു അഭിനയോടെ ഇത്. വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. അഖിലിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഒഴിവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ തൂറി എറിയും പോലെ തോന്നണ എനിക്ക്. എന്റെ ചങ്കിലാ കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ. ഒന്നും പറയുന്നില്ല. എന്തരോ എന്തോ മാംഗല്യം തന്തുനേന സീരിയൽ ഇസ് ബെറ്റർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഉള്ളതല്ല അഖിൽമാരാര് ആ പാട് അരമണിക്കൂറാണ് പടത്തിയുള്ളത്. 25 മിനിറ്റ് പുള്ളി ബുള്ളറ്റിനകത്താണ്. ക്യാമിയല്ല, മെയിൻ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അണ്ട പടമൊന്നും അഖിൽമാരൊന്നും ചെയ്യല്ലോ. ലാസ്റ്റിലോട്ട് നമ്മൾ കളിയാക്കി ചിരിക്കുക. അങ്ങനത്തെ ഉള്ള കോമഡി സീൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ടിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു. ചിലപ്പോൾ മോഹൻലാൽ ചിലപ്പം കാട്ടിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ചിലപ്പോൾ മുള്ളംകൊല്ലി വല്ല ഇവന്റെ കർണമടിച്ച് പൊട്ടിക്കുമോ എന്നൊരു ഡൗട്ട് തോന്നിയാ. ഞാനാണ് മാരാറിനെ വിളിക്കുന്നത്. സെറീന, കുഞ്ഞാഞ്ഞ കത്തി താ കുഞ്ഞാഞ്ഞ, ഇനി കുഞ്ഞാഞ്ഞയ്ക്ക് കത്തി വേണ്ട, ഇനി കുഞ്ഞാഞ്ഞയ്ക്ക് കത്തി വേണ്ട, കത്തി താ കുഞ്ഞാഞ്ഞ. നമ്മുടെ മാധവ് സുരേഷിന് ഒത്ത എതിരാളി. നല്ലൊരു മികച്ചൊരു വാഗ്ദാനം, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. അലങ്കൾക്ക് ഡയലോഗുകളും ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ്. എന്റെ പൊന്നു, തുടക്കം തന്നെ മനങ്കൾട്ടിന്റെ ഉത്സവം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കണ്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ.